എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലെ 2ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്നാണ്. ഇതിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. ഒട്ടും സമയം വൈകാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പ്രശസ്തനായ ഒരു യൂറോപ്യൻ സഞ്ചാരിയായിരുന്നു മാർക്കോ പോളോ. പ്രശസ്തനായിട്ടുള്ള ഒരു യൂറോപ്യൻ സഞ്ചാരിയായിരുന്നു മാർക്കോ പോളോ. മധ്യകാല ലോകത്തെ പ്രധാനപ്പെട്ട വാണിജ്യപാതകളാണ് പട്ടുതുണിപ്പാത, സുഗന്ധവ്യഞ്ജനപാത എന്നിവ. മധ്യകാല ലോകത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യപാതകളാണ് പട്ടുതുണിപ്പാത, സുഗന്ധവ്യഞ്ജനപാത എന്നിവ. പട്ടുതുണിപ്പാതയും സുഗന്ധവ്യഞ്ജനപാതയും വ്യാപിച്ചിരുന്ന പ്രദേശങ്ങൾ കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെയായിരുന്നു. പട്ടുതുണിപ്പാതയും സുഗന്ധവ്യഞ്ജനങ്ങളും വ്യാപിച്ചിരുന്ന പ്രദേശങ്ങൾ കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെയായിരുന്നു. കിഴക്കൻ ചൈനയുടെയും പടിഞ്ഞാറൻ യൂറോപ്പിനെയും തമ്മിൽ കരമാർഗം ബന്ധിപ്പിച്ചിരിക്കുന്ന പാത പട്ടുതുണിപ്പാത എന്നാണ് അറിയപ്പെടുക. കിഴക്കൻ ചൈനയെയും പടിഞ്ഞാറൻ യൂറോപ്പിനെയും തമ്മിൽ കരമാർഗം ബന്ധിപ്പിച്ചിരിക്കുന്ന പാത പട്ടുതുണിപ്പാത എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കിഴക്കൻ ചൈനയുടെയും പടിഞ്ഞാറൻ യൂറോപ്പിനെയും തമ്മിൽ കടൽ മാർഗം ബന്ധിപ്പിക്കുന്ന പാത സുഗന്ധവ്യഞ്ജന പാതയാണ്. കിഴക്കൻ ചൈനയെയും പടിഞ്ഞാറൻ യൂറോപ്പിനെയും തമ്മിൽ കടൽ മാർഗം ബന്ധിപ്പിക്കുന്ന പാത സുഗന്ധവ്യഞ്ജന പാതയാണ്. പട്ടുതുണിപ്പാതയുടെ ഏകദേശ ദൈർഘ്യം 6000 കിലോമീറ്റർ. പട്ടുതുണിപ്പാതയുടെ ഏകദേശ ദൈർഘ്യം 6000 കിലോമീറ്റർ. പട്ടുതുണിപ്പാതയിൽ ഉൾപ്പെട്ടിരുന്ന പ്രധാന പ്രദേശങ്ങളാണ് ചൈന, പേർഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ, യൂറോപ്പ് എന്നിവ. പട്ടുതുണിപ്പാതയിൽ ഉൾപ്പെട്ടിരുന്ന പ്രധാന പ്രദേശങ്ങളാണ് ചൈന, പേർഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ, യൂറോപ്പ് എന്നിവ. സുഗന്ധവ്യഞ്ജനപാതയിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങളാണ് ജപ്പാന്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ എന്നിവ. സുഗന്ധവ്യഞ്ജനപാതയിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങളാണ് ജപ്പാന്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ എന്നിവ. പട്ടുതുണിപ്പാതയിലെ വിശ്രമ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് സരായികൾ എന്നായിരുന്നു. പട്ടുതുണിപ്പാതയിലെ വിശ്രമ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് സരായികൾ എന്നാണ്. ചൈന, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പേർഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ വാണിജ്യ, സാംസ്കാരിക, വൈജ്ഞാനിക വളർച്ചയ്ക്ക് കാരണമായത് പട്ടുതുണിപ്പാതയും സരായികളുമാണ്. ചൈന, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പേർഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ വാണിജ്യ, സാംസ്കാരിക, വൈജ്ഞാനിക വളർച്ചയ്ക്ക് കാരണമായത് പട്ടുതുണിപ്പാതയും സരായികളുമാണ്. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം ശക്തി പ്രാപിക്കാൻ കാരണമായ യുദ്ധം കുരിശു യുദ്ധമാണ്. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം ശക്തി പ്രാപിക്കാൻ കാരണമായ യുദ്ധം കുരിശു യുദ്ധം. ഇറ്റാലിയൻ വ്യാപാരികൾ ദീർഘദൂര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവര് അറബികളുമായിട്ടും പൗരസ്ത്യ റോമാ സാമ്രാജ്യവുമായിട്ടാണ്. ഇറ്റാലിയൻ വ്യാപാരികൾ ദീർഘദൂര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അറബികളുമായിട്ടും അതേപോലെ പൗരസ്ത്യ റോമാ സാമ്രാജ്യവുമായിട്ടാണ്. ഇറ്റാലിയൻ വ്യാപാരികൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്ന പട്ടണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാഗ്ദാദ്, ദമാസ്കസ്, ജെറുസലേം എന്നിവയാണ്.
ഇറ്റാലിയൻ വ്യാപാരികൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്ന പട്ടണങ്ങളായിരുന്നു ബാഗ്ദാദ്, ദമാസ്കസ്, ജെറുസലേം എന്നിവ. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യബന്ധം വികസിച്ചു വന്നതിനുള്ള കാരണങ്ങൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൽപാദന വർധനവ്, ഉത്പന്നങ്ങളുടെ വൈവിധ്യം, റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം, കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും അമർച്ച ചെയ്യുന്നതിനുള്ള നടപടികൾ എന്നിവയായിരുന്നു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യബന്ധം വികസിച്ചു വന്നതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉൽപാദന വർധനവ്, ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം, റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം, കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും അമർച്ച ചെയ്യുന്നതിനുള്ള നടപടികൾ എന്നിവയായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രാചീന റോമൻ നഗരങ്ങൾ 11-ാം നൂറ്റാണ്ടോടെ വീണ്ടും സജീവമായി. ഇവയ്ക്കു പുറമെ എന്തൊക്കെ കേന്ദ്രീകരിച്ചാണ് പുതിയ നഗരങ്ങൾ രൂപപ്പെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങള്, അടുത്തതായിട്ട് കമ്പോള കേന്ദ്രങ്ങള്, അടുത്തതായിട്ട് ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മഠങ്ങൾക്കും ചുറ്റും വളർന്ന നഗരങ്ങൾ. ഒന്നുകൂടെ നോക്കാം. പ്രാചീന റോമൻ നഗരങ്ങൾ 11-ാം നൂറ്റാണ്ടോടെ വീണ്ടും സജീവമായി. ഇവയ്ക്കു പുറമെ എന്തൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് പുതിയ നഗരങ്ങൾ രൂപപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങൾ കേന്ദ്രീകരിച്ച് നഗരങ്ങൾ രൂപപ്പെട്ടു, കമ്പോള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നഗരങ്ങൾ രൂപപ്പെട്ടു, ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മഠങ്ങൾക്കും ചുറ്റും വളർന്നു നഗരങ്ങൾ ഉണ്ടായി. മറ്റ് യൂറോപ്യൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങളുടെ വികാസത്തിനിടയാക്കിയ അനുകൂല സാഹചര്യങ്ങളാണ് ഇറ്റാലിയൻ ഉപദ്വീപിലെ തുറമുഖങ്ങളുടെ സാന്നിധ്യം, കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, ഭരണാധികാരികളുടെ പ്രോത്സാഹനം എന്നിവ. മറ്റ് യൂറോപ്യൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങളുടെ വികാസത്തിനിടയാക്കിയിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവ ഇറ്റാലിയൻ ഉപദ്വീപിലെ തുറമുഖങ്ങളുടെ സാന്നിധ്യം, കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, ഭരണാധികാരികളുടെ പ്രോത്സാഹനം എന്നിവയാണ്. CE 1050-നും CE 1300-നും ഇടയ്ക്ക് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായി മാറിയിട്ടുള്ള ഇറ്റാലിയൻ നഗരങ്ങളാണ് പിസ, വെന്നീസ്, ഫ്ലോറൻസ്, ജനോവ എന്നിവ. CE 1050-നും CE 1300-നും ഇടയ്ക്ക് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുള്ള ഇറ്റാലിയൻ നഗരങ്ങളാണ് പിസ, വെന്നീസ്, ഫ്ലോറൻസ്, ജനോവ എന്നിവ. 13-ാം നൂറ്റാണ്ടോടെ സ്വന്തമായി നാണയം മുദ്രണം ചെയ്ത ഇറ്റാലിയൻ നഗരങ്ങളാണ് ഫ്ലോറൻസും വെന്നീസും. 13-ാം നൂറ്റാണ്ടോടെ സ്വന്തമായി നാണയം മുദ്രണം ചെയ്ത ഇറ്റാലിയൻ നഗരങ്ങളാണ് ഫ്ലോറൻസും വെന്നീസും. മധ്യകാലഘട്ടത്തിലെ നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നദികളിലൂടെയുള്ള ചരക്കുനീക്കം, വ്യാപാര കേന്ദ്രങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തത്, ജനസംഖ്യാ വർധനവ് എന്നിവയാണ്. മധ്യകാലഘട്ടത്തിൽ ഗ്രാമങ്ങൾ അവസാനിക്കുകയും പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്തതിന്റെ അടയാളങ്ങളാണ് ചുറ്റുമതിലുകൾ. മധ്യകാലഘട്ടത്തിൽ ഗ്രാമങ്ങൾ അവസാനിക്കുകയും പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിന്റെ അടയാളങ്ങളായിരുന്നു ചുറ്റുമതിലുകൾ. മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിലെ തീ അണയ്ക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിനു വേണ്ടി മണി മുഴക്കിയിരുന്നു. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാല് നഗരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തീപിടുത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിലെ തീ അണയ്ക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിനു വേണ്ടി മണി മുഴക്കിയിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നഗരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തീപിടുത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കിയ ഈ നിയമമാണ് കർഫ്യൂ എന്നറിയപ്പെട്ടത്. ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കിയ ഈ നിയമത്തെയാണ് കർഫ്യൂ എന്ന് അറിയപ്പെട്ടിരുന്നത്.
കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം അഗ്നിയെ മൂടുക എന്നാണ്. കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം അഗ്നിയെ മൂടുക എന്നാണ്. പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന അടിയന്തര നടപടികൾ ഇപ്പോൾ അറിയപ്പെടുന്നത് കർഫ്യൂ എന്നാണ്. പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന അടിയന്തര നടപടികൾ ഇപ്പോൾ കർഫ്യൂ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക നഗരങ്ങളിൽ നിന്നും മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പൊതുവെ വലിപ്പം കുറഞ്ഞവയാണ്. നഗരവീഥികൾ ഇടുങ്ങിയതും വൃത്തിഹീനവുമായിട്ടുള്ളതാണ്. കെട്ടിടങ്ങൾ തടികൊണ്ട് നിർമ്മിച്ചതും വൈക്കോൽ മേഞ്ഞതുമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക നഗരങ്ങളിൽ നിന്നും മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാല് പൊതുവെ വലിപ്പം കുറഞ്ഞവയാണ്. നഗരവീഥികൾ ഇടുങ്ങിയതും വൃത്തിഹീനവുമാണ്. കെട്ടിടങ്ങൾ തടികൊണ്ട് നിർമ്മിച്ചതും വൈക്കോൽ മേഞ്ഞതുമാണ്. മധ്യകാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്ന അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ബാഗ്ദാദാണ്. മധ്യകാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്ന അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ബാഗ്ദാദ്. പട്ടുതുണിപ്പാതയിലൂടെയും സുഗന്ധവിജ്ഞാന പാതയിലൂടെയും എത്തിയിരുന്ന ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്ന നഗരങ്ങൾ ഒന്ന് വായിച്ച് പോയാൽ മതി. ബസറ, ഏദൻ, മക്ക, മസ്കത്ത്, ദമാസ്കസ്, സൂറത്ത് എന്നിവയാണ്. മധ്യകാലഘട്ടത്തിലെ വിവിധ തൊഴിൽ മേഖലകളിലെ വിദഗ്ധരുടെ സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഗിൽഡുകൾ എന്നാണ്. മധ്യകാലഘട്ടത്തിലെ വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഗിൽഡുകൾ എന്നാണ്. മധ്യകാല യൂറോപ്പിൽ നിലവിലുണ്ടായിരുന്ന ഗിൽഡുകളുടെ എണ്ണം 2 മധ്യകാല യൂറോപ്പിൽ നിലവിലുണ്ടായിരുന്ന ഗിൽഡുകളുടെ എണ്ണം 2. ഗിൽഡുകൾക്ക് ഉദാഹരണങ്ങൾ വ്യാപാര ഗിൽഡ്, കരകൗശല ഗിൽഡ് എന്നിവയാണ്. ഗിൽഡുകൾക്ക് ഉദാഹരണങ്ങൾ വ്യാപാര ഗിൽഡുകൾ, കരകൗശല ഗിൽഡുകൾ എന്നിവയാണ്. ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നഗരങ്ങളിലുണ്ടായ വ്യാപാരത്തിന്റെ വളർച്ച, പ്രത്യേക തൊഴിൽ മേഖലകളുടെ രൂപീകരണം, പട്ടണങ്ങളിലെ ഉയർന്ന നികുതിക്കും ചൂഷണത്തിനുമെതിരെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത, സംഘടനാബോധം എന്നിവയാണ്. ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നഗരങ്ങളിൽ ഉണ്ടായ വ്യാപാരത്തിന്റെ വളർച്ച, പ്രത്യേക തൊഴിൽ മേഖലകളുടെ രൂപീകരണം, പട്ടണത്തിലെ ഉയർന്ന നികുതിക്കും ചൂഷണത്തിനുമെതിരെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത, സംഘടനാബോധം എന്നിവയാണ്. ഗിൽഡുകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു പോയാൽ മതി. പരസ്പര സഹായവും സഹകരണവും വളർത്തുക, കമ്പോള കുത്തക നിലനിർത്തുക, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക എന്നിവയാണ്. ഗിൽഡുകളുടെ ചുമതലകൾ എന്താണെന്ന് ചോദിച്ചാല് അധ്വാന വിഭജനം, തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കൽ, അധ്വാന സമയം നിശ്ചയിക്കൽ, വിൽപ്പന രീതി തീരുമാനിക്കൽ, വില നിർണയം, ഉൽപ്പന്നത്തിന്റെ നിലവാരം നിലനിർത്തൽ എന്നിവയാണ്. ആദ്യമായി രൂപം കൊണ്ട ഗിൽഡ് വ്യാപാരി ഗിൽഡാണ്. ആദ്യമായി രൂപം കൊണ്ട ഗിൽഡ് വ്യാപാര ഗിൽഡ്. പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നഗരാന്തര ലീഗുകൾ രൂപം കൊണ്ടതിന്റെ ലക്ഷ്യം വ്യാപാര വളർച്ച ആയിരുന്നു. പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നഗരാന്തര ലീഗുകൾ രൂപം കൊണ്ടതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാപാര വളർച്ചയായിരുന്നു. നഗരാന്തര ലീഗുകൾക്ക് ഉദാഹരണമാണ് ഹാൻസിയാറ്റിക് ലീഗ്. നഗരാന്തര ലീഗുകൾക്ക് ഉദാഹരണമാണ്
ഹാൻസിയാറ്റിക് ലീഗ്. മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളുടെയും മറ്റു വിദഗ്ധ തൊഴിലാളികളുടെയും സംഘങ്ങളാണ് കരകൗശല ഗിൽഡുകൾ. മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളുടെയും മറ്റു വിദഗ്ധ തൊഴിലാളികളുടെയും സംഘങ്ങളാണ് കരകൗശല ഗിൽഡുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഗിൽഡ് സമ്പ്രദായത്തിന്റെ പതനത്തിനു കാരണം വ്യവസായവൽക്കരണവും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയുമായിരുന്നു. ഗിൽഡ് സമ്പ്രദായത്തിന്റെ പതനത്തിനു കാരണം വ്യവസായവൽക്കരണവും അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയും ആയിരുന്നു. മധ്യകാല യൂറോപ്യൻ സ്കൂളിലെ പ്രധാന പാഠ്യവിഷയങ്ങളായിരുന്നു വ്യാകരണം, ലാറ്റിൻ ഭാഷ, ജ്യോതിശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത, ഗണിതം, പ്രകൃതി നിയമങ്ങൾ എന്നിവ. മധ്യകാല യൂറോപ്പിലെ സ്ത്രീകളിൽ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചിരുന്നത് ആർക്കൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കന്യാസ്ത്രീകൾക്കും അതേപോലെ ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്ക് മാത്രമായിരുന്നു. യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ട നൂറ്റാണ്ട് 11ഉം 12ഉം നൂറ്റാണ്ടാണ്. യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ട നൂറ്റാണ്ട് 11ആം നൂറ്റാണ്ടും 12ആം നൂറ്റാണ്ടും കാലഘട്ടത്തിലാണ്. 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ബൗദ്ധികവുമായ ഉണർവിനെ പൊതുവെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നാണ്. 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ബൗദ്ധികവുമായ ഉണർവിനെ പൊതുവെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്നത് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നാണ്. കരോലിഞ്ചിയൻ നവോത്ഥാനം ആരുടെയൊക്കെ കാലഘട്ടത്തിലാണ് പ്രധാനമായും നടന്നതെന്ന് ചോദിച്ചാൽ ഷാലമീന്റെയും ലൂയിയുടെയും കാലഘട്ടത്തിലാണ്. കരോലിഞ്ചിയൻ നവോത്ഥാനം ആരുടെയൊക്കെ കാലഘട്ടത്തിലാണ് പ്രധാനമായും നടന്നതെന്ന് ചോദിച്ചാൽ ഷാലമീന്റെയും ലൂയിയുടെയും കാലഘട്ടത്തിലാണ്. ഷാലമീൻ ചക്രവർത്തിയുടെ സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഷാലമീൻ ചക്രവർത്തിയുടെ സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. മധ്യകാലഘട്ടത്തിൽ അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച സർവകലാശാല കൊർദോവയാണ്. മധ്യകാലഘട്ടത്തിൽ അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച സർവകലാശാല കൊർദോവ. കൊർദോവ സർവകലാശാലയിലെ പഠന വിഷയങ്ങൾ ഗ്രീക്ക്, സിറിയക്ക്, പേർഷ്യൻ, സംസ്കൃതം എന്നിവ ആയിരുന്നു. മധ്യേഷ്യയിൽ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത് ആരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചാൽ അബ്ബാസിയ ഖലീഫമാരുടെ ഭരണകാലത്താണ്. മധ്യേഷ്യയിൽ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത് ആരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചാൽ അബ്ബാസിയ ഖലീഫമാരുടെ ഭരണകാലത്താണ് മധ്യേഷ്യയിൽ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത്. 10ആം നൂറ്റാണ്ടോടെ ആരംഭിച്ച പ്രാഥമിക വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് മക്തബ് എന്നായിരുന്നു. 10ആം നൂറ്റാണ്ടോടെ ആരംഭിച്ച പ്രാഥമിക വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് മക്തബ് എന്നായിരുന്നു. അറബി ലോകത്ത് സ്ത്രീകൾക്ക് പഠനത്തിലൂടെ ഏത് ഡിഗ്രി നേടി അധ്യാപകരാകുവാൻ അവസരമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇജാസ് എന്ന ഡിഗ്രി നേടിയിട്ട് അവർക്ക് അധ്യാപകരാവാനുള്ള അവസരം ഉണ്ടായിരുന്നു. അൽ അഖ്സർ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. അൽ അഖ്സർ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഈജിപ്ത്. ചൈനയിലെ വിദ്യാലയങ്ങളിൽ പഠനം ആരംഭിക്കുന്ന പ്രായം 6 വയസ്സ് മുതലാണ്. ചൈനയിലെ വിദ്യാലയങ്ങളിൽ പഠനം ആരംഭിക്കുന്ന പ്രായം 6 വയസ്സ് മുതൽ. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അറിയപ്പെടുന്നത് ഗുരുകുല സമ്പ്രദായം എന്നാണ്. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അറിയപ്പെടുന്നത് ഗുരുകുല സമ്പ്രദായം എന്നാണ്. മധ്യകാല ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രധാന പഠന വിഷയങ്ങളാണ് വ്യാകരണം, ഭാഷ, സാഹിത്യം, തത്വചിന്ത, ജ്യോതിശാസ്ത്രം എന്നിവ. മധ്യകാല ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യാകരണം, ഭാഷ, സാഹിത്യം,
തത്വചിന്ത, ജ്യോതിശാസ്ത്രം എന്നിവയാണ്. ലോകത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായിട്ടുള്ള സ്ഥലം ബാഗ്ദാദിലാണ്, ഇറാഖ്. ലോകത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായ സ്ഥലം ബാഗ്ദാദ്, ഇറാഖിലാണ്. ലോകത്തിലെ രണ്ടാമത്തെ പേപ്പർ മിൽ സ്ഥാപിതമായ സ്ഥലം കൊർദോവ, സ്പെയിൻ. ലോകത്തിലെ രണ്ടാമത്തെ പേപ്പർ മിൽ സ്ഥാപിതമായ സ്ഥലം കൊർദോവ, സ്പെയിൻ. കൊർദോവയിലെയും ബാഗ്ദാദിലെയും കൊയ്റോയിലെയും വായനശാലകളിൽ കൈയെഴുത്തു പ്രതികൾ തയ്യാറാക്കുന്ന പേപ്പർ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തു തുണിയായിരുന്നു. കൊർദോവയിലെയും ബാഗ്ദാദിലെയും കൊയ്റോയിലെയും വായനശാലകളിൽ കൈയെഴുത്തു പ്രതികൾ തയ്യാറാക്കുന്ന പേപ്പർ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തു തുണിയാണ്. മധ്യകാല ലോകം വാസ്തുവിദ്യയിൽ ഉപയോഗിച്ച ശൈലികൾക്ക് ഉദാഹരണമാണ് റോമനസ്ക്, ഗോതിക് എന്നിവ. മധ്യകാല ലോകം വാസ്തുവിദ്യയിൽ ഉപയോഗിച്ച ശൈലികൾക്ക് ഉദാഹരണമാണ് റോമനസ്ക്, ഗോതിക് എന്നിവ. പ്രാചീന റോമൻ വാസ്തുശൈലിയെ ബൈസാന്റിയൻ വാസ്തുശൈലിയുമായി യോജിപ്പിച്ച് ഷാലമീൻ ചക്രവർത്തി രൂപപ്പെടുത്തിയിട്ടുള്ള ശൈലിയാണ് കരോലിഞ്ചിയൻ ശൈലി. പ്രാചീന റോമൻ വാസ്തു ശൈലിയെ ബൈസാന്റിയൻ വാസ്തുശൈലിയുമായി യോജിപ്പിച്ച് ഷാലമീൻ ചക്രവർത്തി രൂപപ്പെടുത്തിയ ശൈലി കരോലിഞ്ചിയൻ ശൈലി. കരോലിഞ്ചിയൻ ശൈലിയുടെ സവിശേഷതകള്: താഴികക്കുടങ്ങൾ ഉണ്ടായിരുന്നു, കമാനാകൃതിയിലുള്ള വാതിലുകൾ ഉണ്ടായിരുന്നു, വലിയ തൂണുകൾ ഉണ്ടായിരുന്നു, മൊസൈക്ക് തറകൾ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ചക്രവർത്തി ലൂയി ഒൻപതാമൻ പണി കഴിപ്പിച്ച പാരീസിലെ ആദ്യത്തെ ആശുപത്രിയാണ് ക്വിൻസെവിംഗിറ്റ്. ഫ്രഞ്ച് ചക്രവർത്തി ലൂയി ഒമ്പതാമൻ പണി കഴിപ്പിച്ച പാരീസിലെ ആദ്യത്തെ ആശുപത്രി ക്വിൻസെവിംഗിറ്റ്. ലൂയി ഒൻപതാമൻ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ പണി കഴിപ്പിച്ച അക്കാദമിയാണ് പ്ലാറ്റോണിക്. ലൂയി ഒൻപതാമൻ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ പണി കഴിപ്പിച്ച അക്കാദമിയാണ് പ്ലാറ്റനോയിക്. ഏത് യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷമാണ് ലൂയി ഒൻപതാമൻ ക്വിൻസെവിംഗിറ്റും പ്ലാറ്റോണിക് അക്കാദമിയും പണി കഴിപ്പിച്ചത്? കുരിശുയുദ്ധം. ഏത് യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷമാണ് ക്വിൻസെവിംഗിറ്റും പ്ലാറ്റോണിക് അക്കാദമിയും പണി കഴിപ്പിച്ചത്? ലൂയി ഒൻപതാമൻ ഇത് രണ്ടും പണി കഴിപ്പിച്ചത് കുരിശുയുദ്ധം കഴിഞ്ഞ് വന്നപ്പോഴാണ്. പാശ്ചാത്യ സംഗീതം ആരംഭിച്ച കാലഘട്ടം മധ്യകാലഘട്ടം. പാശ്ചാത്യ സംഗീതം ആരംഭിച്ച കാലഘട്ടം മധ്യകാലഘട്ടം. യൂറോപ്യൻ സംഗീതത്തിൽ അറബി ഗാനങ്ങളുടെ സ്വാധീനം കാണാവുന്ന കാലഘട്ടം CE 1500 മുതൽ 1400 വരെയാണ്. CE 500 മുതൽ 1400 വരെയാണ്. യൂറോപ്യൻ സംഗീതത്തിൽ അറബി ഗാനങ്ങളുടെ സ്വാധീനം കാണാവുന്ന കാലഘട്ടം CE 500 മുതൽ 1400 വരെയാണ്. അറബ് സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചത് ആരുടെയൊക്കെ കാലത്താണെന്ന് ചോദിച്ചാൽ ഉമവിയ, അബ്ബാസിയ, ഖലീഫമാരുടെയൊക്കെ കാലഘട്ടത്തിൽ. അറബ് സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചത് ആരുടെയൊക്കെ കാലത്താണെന്ന് ചോദിച്ചാല് ഉമവിയ, അബ്ബാസിയ, ഖലീഫമാരുടെയൊക്കെ കാലത്താണ്. അറബ് സംഗീതത്തിന് ആരംഭം കുറിച്ച ഉമവിയ കാലഘട്ടത്തിലെ സംഗീതജ്ഞനാണ് ഇബ്ൻ മിസ്ജ എന്ന് പറയുന്നത്. അറബ് സംഗീതത്തിന് ആരംഭം കുറിച്ച ഉമവിയ കാലഘട്ടത്തിലെ സംഗീതജ്ഞനാണ് ഇബ്ൻ മിസ്ജ എന്ന് പറയുന്നത്. ഉമവിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു ഈ ഇബ്ൻ മിസ്ജ എന്ന് പറയുന്നത്. ഉമവിയ കാലഘട്ടത്തിലെ പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു ഇബ്ൻ മിസ്ജ എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിലെ പ്രശസ്തരായ പേർഷ്യൻ സംഗീതജ്ഞനാണ് ഇബ്ൻ മുഹരിസ്, ഇബ്ൻ സുരായി എന്നിവർ. മധ്യകാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള പേർഷ്യൻ സംഗീതജ്ഞനാണ് ഇബ്ൻ മുഹരിസ്, ഇബ്ൻ സുരായി എന്നിവർ. മധ്യകാലഘട്ടത്തിലെ സാഹിത്യകൃതികളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം മതമായിരുന്നു. മധ്യകാലഘട്ടത്തിലെ സാഹിത്യകൃതികളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മതമായിരുന്നു.
മധ്യകാലഘട്ടത്തിലെ ചിത്രകലകളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം മതം. മധ്യകാലഘട്ടത്തിലെ ചിത്രകലകളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം മതം. മധ്യകാലഘട്ടത്തിലെ ചിത്രകാരനായിരുന്ന സെനി ഡി പെപ്പോ വരച്ച ചിത്രം സാൻഡ്ര ട്രിനിറ്റ മെഡോണ എന്നതാണ്. മധ്യകാലഘട്ടത്തിലെ ചിത്രകാരനായിരുന്ന സെനി ഡി പെപ്പോ വരച്ച ചിത്രം സാൻഡ്ര ട്രിനിറ്റ മെഡോണ എന്നുള്ളതാണ്. മധ്യകാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഗീത ഉപകരണമാണ് ല്യൂട്ട്. മധ്യകാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഗീത ഉപകരണമാണ് ല്യൂട്ട്. മധ്യകാല ശാസ്ത്രത്തിന് അറബികൾ നൽകിയിട്ടുള്ള സംഭാവനകളാണ് അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രചരിപ്പിച്ചു. ബീജഗണിതത്തിന്റെയും പ്രകാശശാസ്ത്രത്തിന്റെയും ഉപജ്ഞാതാക്കളായിരുന്നു. രസതന്ത്രത്തെ വികസിപ്പിച്ചിട്ടുണ്ട്. മധ്യകാല ശാസ്ത്രത്തിന് അറബികൾ നൽകിയിട്ടുള്ള പ്രധാന സംഭാവനകളാണ് അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രചരിപ്പിച്ചു. ബീജഗണിതത്തിന്റെയും പ്രകാശ ശാസ്ത്രത്തിന്റെയും ഉപജ്ഞാതാക്കളായിരുന്നു. രസതന്ത്രത്തെ വികസിപ്പിച്ചു എന്നിവ. കുരിശ് യുദ്ധത്തിന്റെ ഫലമായി അറബികളുമായുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത കൈവരിച്ച സാങ്കേതിക ജ്ഞാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന് വായിച്ചു പോയാൽ മതി. ടെലസ്കോപ്പിന്റെ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. ഗിയറിന്റെ തത്വം, മെക്കാനിക്കൽ ക്ലോക്കുകൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, ബീജഗണിതം, ആൽക്കമി, ത്രികോണമിതി, നഗരങ്ങളിലെ തെരുവു ദീപങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, പണ്ഡിതന്മാർ. ഇനി ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ച കാലഘട്ടം 8-ാം നൂറ്റാണ്ടാണ്. ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ച കാലഘട്ടം 8-ാം നൂറ്റാണ്ട്. ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ചത് 8-ാം നൂറ്റാണ്ടിൽ ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചാൽ ചൈന നിന്നുള്ളവരാണ്. ലോകത്ത് ആദ്യമായി ക്ലോക്ക് നിർമ്മിച്ചത് 8-ാം നൂറ്റാണ്ടിൽ ഏത് രാജ്യക്കാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചൈനയാണ്. ചൈനീസ് രേഖകളിൽ വിവരിക്കുന്ന കൈഫങ്ങിലെ ക്ലോക്ക് ടവർ പ്രവർത്തിക്കുന്നത് ജലശക്തി ഉപയോഗിച്ചിട്ടാണ്. ചൈനീസ് രേഖകളിൽ വിവരിക്കുന്ന കൈഫങ്ങിലെ ക്ലോക്ക് ടവർ പ്രവർത്തിക്കുന്നത് ജലശക്തിയിലാണ്. കൈഫങ്ങിലെ ക്ലോക്ക് ടവറിന്റെ ഉയരം 12 മീറ്റർ ആണ്. കൈഫങ്ങിലെ ക്ലോക്ക് ടവറിന്റെ ഉയരം 12 മീറ്റർ. ചൈനയുടെ സംഭാവനകൾ, പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. വെടിമരുന്ന്, ഭൂകമ്പമാപിനി, വടക്കുനോക്കി യന്ത്രം, അച്ചടി, ജ്യോതിശാസ്ത്രജ്ഞരും നാവികരും ഉപയോഗിക്കുന്ന ആസ്ട്രോലാബ് എന്നിവയാണ് ചൈനക്കാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. വീഡിയോ ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടും ഒക്കെയാണ്. ആ സപ്പോർട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത് സബ്സ്ക്രിപ്ഷനുകളിലൂടെയും ലൈക്കുകളിലൂടെയും കമന്റുകളിലൂടെയും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.